വൈഷു വെള്ള എനിക്ക് വേറെ കൂൾ ഡ്രസ് ഇല്ല. നോ വൈഷു പോണ്ട കൊട്ടു. അപ്പൊ ഏട്ടനും കുഞ്ഞും എങ്ങോട്ട് പോയി എന്നറിയില്ല. അവരിവിടെ ഇവിടെ ഉണ്ട്. തപ്പട്ടെ കേട്ടോ. ഹലോ ഹലോ. അപ്പൊ ഇന്ന് ഞങ്ങൾ റിസോർട്ടിൽ പോവാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള റിസോർട്ടിലാണ് പോകുന്നത്. ഗോൾഡ് കോയിൻ റിസോർട്ട്. ബാക്കി അവിടെ ചെറിയ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പൊ വീക്കെൻഡ് ഏതാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പോവാണ്. ഇപ്പൊ 2 മണിയായി. നമ്മളൊരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഇറങ്ങി റിസോർട്ട് എത്താറായി. 8 മിനിറ്റിലെത്തും. വൈഷു പാപ്പന ഉറങ്ങി. അവിടെ എത്തി കഴിയുമ്പോൾ എഴുന്നേക്കുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഗോൾഡ് കോയിൻ റിസോർട്ടിലെത്തി. പെട്ടെന്ന് എത്തി കേട്ടോ. വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂളിലൊക്കെ കുറേ പേര് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ ഞാൻ കാണിച്ചു തരാവേ. ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ബൊഫയൊക്കെ ഉണ്ട്. ഈ സൈഡിൽ പൂളുണ്ട്. പിള്ളേരുടെ പൂളുണ്ട്. ഫാമിലി പൂളുണ്ട്. പോയ അവിടെ ബലൂണിൽ ഭയങ്കര കളിയാണ് കേട്ടോ. ഫംഗ്ഷൻ അതൊന്നും കഴിഞ്ഞു എന്ന് തോന്നുന്നു. അവരവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ബുഫേ ലഞ്ചാണ്. നല്ല സ്റ്റാഫാണ് കേട്ടോ. നമുക്ക് റൂമൊക്കെ ചേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഇത് ലഞ്ച് കൂപ്പണൊക്കെ തന്നു. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എന്തൊക്കെ എടുത്തെന്ന് പറയണ്ട. ബിരിയാണി ഉണ്ട്. തൈര് സാധനം ഞാൻ വൈഷുവിന് വേണ്ടി എടുത്താട്ടെ. വൈഷു ഇച്ചിരി കഴിക്കാനുണ്ട്. പിന്നെ ന്യൂഡിൽസ്, പനീർ ബട്ടർ മസാല, പിന്നെ സാലഡ്. അത്ര എടുത്തുള്ളൂ. ഇഷ്ടംപോലെ ഫുഡുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി മീൻസ് വെറൈറ്റി ഫുഡുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി റൂമിലേക്ക് പോകണം. കണ്ടോ ബാംഗ്ലൂർ മലയാളം പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഏട്ടനും കുഞ്ഞും എങ്ങോട്ട് പോയി എന്നറിയില്ല. അവരിവിടെ ഇവിടെ ഉണ്ട്. തപ്പട്ടെ കേട്ടോ. കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. അവരിവിടെ കളിച്ചോണ്ട് നിൽക്കുവാണ്. അരയന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നോ വൈഷു പോണ്ട കൊട്ടു. അങ്ങനെ ഫൈനലി നമുക്ക് റൂം കിട്ടി കേട്ടോ. ഇത് സെപ്പറേറ്റ് സെക്ഷൻ പോലെയാണ്. യെസ്. അപ്പൊ നമ്മൾ റൂമിൽ കയറി ലഗേജ് ഒക്കെ എടുത്ത് വെച്ച് സെറ്റായി. ഇന്ന് റൂം എഴുതുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ 2 ചെയറും ഒരു ടേബിളും ഉണ്ട്. പിന്നെ ഇത് പഴയ ഒരു വീടിനുള്ള സെറ്റപ്പാണ്. ഒരു വരാന്തയും സ്റ്റെയർകേസും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അതൊക്കെ എങ്ങനെ ഇവിടെ 2 ബെഡുണ്ട്. സിംഗിൾ ബെഡ് അല്ല, 2 ഡബിൾ ബെഡ് ഉണ്ട്. പിന്നെ അതിന് അടുത്തൊരു മിറർ പോലുണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്. ഇത് സ്യൂട്ട് റൂമാണ്. ഒരു മിനി ഫ്രിഡ്ജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ബിയർ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവര് റൂമിൽ കൊണ്ടുത്തരും. പക്ഷെ റൂമിൽ ഡൈനിങ് ഇല്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ കബോർഡ് ഉണ്ട്. ചെറിയൊരു ഡ്രോ ഉണ്ട്. പിന്നെ ഇവിടെ TV, ഒരു ടേബിളും ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ അവിടെ ചെറിയൊരു കോഫി ടേബിൾ പോലെ ഉണ്ട്. അതുപോലെ തന്നെ കെറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോട്ട് വാട്ടറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടേബിളും ചെയറും ഉണ്ട്. ഒരു സോഫയുണ്ട്. ടീ ടേബിളും ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അത്യാവശ്യം പ്രൈവസി ഉണ്ട് ഇവിടെ. അപ്പുറത്തെ റിസോർട്ടിൽ നിന്നുള്ള ആ ഒരു ഡാൻസിന്റെയും പാട്ടിന്റെയും ഒന്നും സൗണ്ട് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ബാത്റൂം കാണിക്കാം. നല്ല സ്പേഷ്യസ് ബാത്റൂമാണ്. ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ കോംബോ, ഡെന്റൽ കിറ്റ്, ബ്രഷ്, പേസ്റ്റ് അതെല്ലാം ഉണ്ട്. പിന്നെ
ക്ലോസറ്റിന്റെ ഏരിയയും ഡ്രൈ ഏരിയ വെച്ച് ഏരിയ സെപ്പറേറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ അതിന്റെ ടവലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടവല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹാങ്ങറും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കാര്യം ചെരുപ്പില്ല, ബാക്കി എല്ലാം ഉണ്ട്. സാധാരണ ഈ റിസോർട്ടുകളിൽ ഒരു ചെറിയ ചപ്പൽ ഒരു പ്രൊവൈഡ് ചെയ്യും. താഴെ കാലിൽ തണുപ്പടിക്കായിരിക്കും. ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് റൂം. ഹലോ വൈഷു, നല്ലാണോ? ഹലോ ഹലോ നല്ലാണോ? നമ്മളിന്ന് റെയിൻ ഡാൻസിന് പോവാണ് കേട്ടോ. റെയിൻ ഡാൻസ് കഴിഞ്ഞിട്ടാണെന്ന് അറിയില്ല. വൈഷു നേരത്തെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോകാനായിട്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയി വൈഷിന് കുറച്ച് നേരം റെയിൻ ഡാൻസിന് പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലും കളിക്കണം. അതുകൊണ്ടോ അവിടെ എന്തൊക്കെയോ പാർട്ടി പിന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ നടത്താൻ പറ്റിയ ആംബിയൻസ് ആണ്. അപ്പൊ ഇനി നമുക്ക് പോയി കൊടുക്കാം. അപ്പൊ നമ്മൾ പൂളിലെത്തി. അപ്പൊ ഒരു ചെറിയ കിഡ്സ് പൂളുണ്ട്, അതിന്റെ അപ്പുറത്ത് വലിയൊരു ഫാമിലി പൂളുണ്ട്. വൈഷു വെള്ളം എനിക്ക് വേറെ പൂൾ ഡ്രസ് ഇല്ല. അപ്പൊ പൂളിലൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് നല്ല ക്ഷീണമായിരുന്നു. ഇപ്പൊ 7 മണിയൊക്കെ ആയി വണ്ടി ബൊഫേ സ്റ്റാർട്ട് ആയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണെങ്കിൽ കുറെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ കളിക്കാം. അപ്പോൾ ഡിന്നർ സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമില്ല ഈ ആംബിയൻസ് കാണാൻ. ഇതൊരു ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കുറച്ച്. നമ്മുടെയൊക്കെ ഈ റിസോർട്ട് റൂം ഇതിൻ്റെ ബാക്കിലാണ്, ഈ റിസപ്ഷൻ്റെ ബാക്കിലാണ്. എന്തൊക്കെ എടുത്തേ? ബിരിയാണി എടുത്തു, ചിക്കൻ ഫ്രൈ, പിന്നെ കുറേ ചിക്കൻ ബിരിയാണി അടിപൊളി. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തി. ഇനി നാളെ രാവിലെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ആക്ടിവിറ്റീസിലൊക്കെ ചെയ്തിട്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പള്ളിയിലേക്ക് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും അഭിപ്രായമൊക്കെ കമൻറ്റിൽ പറയുക. വേറൊരു വ്ളോഗായിട്ട് വീണ്ടും കാണും. ടിൽ ദെൻ ബൈ.